പ്രദീപ്, ഇപ്പോഴും ആ JCB അവിടെ തന്നെയാണ് നിൽക്കുന്നത്, ഈ കിണറിനോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. വഴി പൂർണ്ണമായും അവിടെ വെട്ടിത്തീർന്നില്ലേ? ഏതാണ്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞു എന്ന് പറയാം. JCB വീണ്ടും പുറത്തേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ JCB മാറിക്കഴിഞ്ഞു എങ്കിൽ മാത്രമേ ആനക്കുട്ടിക്ക് കയറി വരാൻ സാധിക്കും. കാരണം ഇതൊരു ഇടുങ്ങിയ കിണറാണല്ലോ, അതുകൊണ്ട് തന്നെ വളരെ വിസ്തൃതി കുറവാണ്. JCBക്കുള്ളിൽ ഇരിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് അതിനുള്ളിലേക്ക് അധികം കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് രണ്ടു തവണ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ JCB മാറ്റി നോക്കിയത്. പക്ഷേ ആനക്കുട്ടിക്ക് കയറി വരാൻ മാത്രം വഴി ആയിട്ടില്ല എന്നതുകൊണ്ടാണ് വീണ്ടും JCB ഇറക്കി അല്പം കൂടി മണ്ണ് മാറ്റിയത്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ആനക്കുട്ടിക്ക് കയറി വരാൻ കഴിയുമോ എന്നതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ JCB ഉപയോഗിച്ച് അല്പസമയം കൂടി പണിയെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് കയറി വരാൻ സാധിക്കുന്നതേ ഉള്ളൂ. കയറി വരും എന്ന് തന്നെ കരുതുന്നു. അതല്ലെങ്കിൽ അതിനെ ആകർഷിക്കുന്ന പഴക്കുരകളോ അതുപോലുള്ള തീറ്റയോ ഒക്കെ വെച്ച് ആനക്കുട്ടിയെ പടിപടിയായി പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നാലും അക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസത്തിലാണ്. നിലവിലെ പ്രധാന വെല്ലുവിളിയായി മുന്നിടുന്നത് കാണുമ്പോൾ രാവിലെ മുതൽ ഈ കിണറ്റിൽ കിടക്കാണ്, അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവും. പോരാത്തതിന് ആ വീഴ്ചയിൽ മറ്റോ ആണോ എന്നറിയില്ല, തുമ്പിക്കൈയിലൊക്കെ നല്ല പരിക്കുണ്ട്. അപ്പം സാധാരണ ഉള്ള ഒരു ആരോഗ്യം പോലെ ഇങ്ങനെ കയറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും നോക്കേണ്ടി വരുമോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്? ഇല്ല, ആനയ്ക്ക് കിണറ്റിൽ നിന്ന് കയറി വരാൻ കഴിയാത്ത തരത്തിലുള്ള ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. മാത്രവുമല്ല രാവിലെ മുതൽ തന്നെ അത് ആ കിണറിനുള്ളിൽ അതിന് ഫലപരിമിതിയുണ്ട് എങ്കിൽ തന്നെ ഓട്ടം കളഞ്ഞുകയും ചിഹ്നം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ ഏതെങ്കിലുമൊക്കെ തോതിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുകളില്ല, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിഗമനം. ആരോഗ്യവാനായി തന്നെയാണ് കുട്ടിയാന ഉള്ളത് എന്നാണ് കരുതുന്നത്. ഏതാണ്ട് 2 വയസ്സിന് അടുത്ത് പ്രായം വരുന്ന ഒരു ആനക്കുട്ടിയാണ് ഇത്. അത്രയും പ്രായമുള്ള 2 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ആനക്കുട്ടിയെ സംബന്ധിച്ച് ഈ കിണറിൽ നിന്ന് ഇപ്പോൾ വഴി വെട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തു വരിക അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. മറിച്ച് പുറത്തേക്ക് വരാനുള്ള ആളുകൾ കൂടി നിൽക്കുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ ആളുകളുടെ ശബ്ദം മൂലമുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു JCB മറ്റും പ്രവർത്തിക്കുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, അത്തരം കാര്യങ്ങൾക്കപ്പുറം മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നു. വിശദമായൊരു ആരോഗ്യ പരിശോധന ആവശ്യമെങ്കിൽ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. എന്നാൽ ആരോഗ്യ പരിശോധനയുടെ ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ ഇല്ല. പ്രത്യക്ഷത്തിൽ കാണുന്ന ചില ചെറിയ മുറിവുകൾ, അതും കിണറ്റിലേക്ക് വീണപ്പോൾ ഉണ്ടായ മുറിവ്, വീണതിന് ശേഷം ചെറിയ കല്ലുകളും മണ്ണുമൊക്കെ അടർന്നു നിന്നുണ്ടായ മുറിവ്, അതിനപ്പുറത്തേക്ക് വലിയ ഗൗരവമായ തരത്തിലുള്ള മുറിവുകളോ ഒടിവോ ചതവോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു നിഗമനമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആനയെ എത്രയും പെട്ടെന്ന് അതിന്റെ മറ്റ് ആനക്കൂട്ടത്തിനടുത്തേക്ക് തുറന്നുവിട്ടാൽ സ്വാഭാവികമായി അതിന് ലഭിക്കുന്ന ആശ്വാസം മറ്റ് ആനക്കൂട്ടത്തിലെ അടുത്തെത്തുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അത്തരം കാര്യങ്ങൾ കൊണ്ട് സുഖമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പുലർത്തുന്നത്. അതേസമയം നേരത്തെ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഒട്ടേറെ ചർച്ചകൾ ഈ മേഖലയിൽ വന്യജീവികളെ തുരത്തുന്നതിന് വേണ്ടി ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് നിരവധി തരത്തിലുള്ള ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 4 കോടി രൂപയോളം ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിലേക്കായി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ തുക അനുവദിച്ചു എങ്കിൽ തന്നെ അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്ന ജനപ്രതിനിധി അടക്കം ആക്ഷേപം ഉന്നയിക്കുന്നത്. സർക്കാർ പണം അനുവദിച്ചു എന്നതിനപ്പുറം പ്രായോഗിക തരത്തിൽ അതിലേക്കൊന്നും വന്നിട്ടില്ല. മാത്രമല്ല സാധാരണ ഫെൻസിങ്ങുകൾ നിർമ്മിച്ചാൽ കാട്ടാനകൾ പലപ്പോഴും അത് ചവിട്ടി പൊട്ടിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ശക്തിയേറിയ ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ വേണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. കൂടാതെ വളരെ ആഴമുള്ള കിടങ്ങുകൾ കൂടി വേണം. ഇത്തരത്തിൽ കിടങ്ങുകൾ ഉണ്ടെങ്കിൽ ഈ ആന കിടങ്ങുകൾക്കപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. വിജയകരമായി പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കിടങ്ങുകൾ സ്ഥാപിച്ച് ആനകളെ തുരത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവയെ തടയുന്നുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഫെൻസിംഗ് വേലിക്കെട്ടുകൾ എത്രമാത്രം പ്രായോഗികമാണ്, അല്ലെങ്കിൽ എത്രമാത്രം വിജയകരമാണ് എന്നത് സംബന്ധിച്ച് പലതരത്തിലുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഹാങ്ങിങ് ഫെൻസിംഗ് അല്ല എങ്കിൽ അതിന്റെ അപാകത എന്ന് പറയുന്നത് ആനകൾ പലപ്പോഴും അത് പൊട്ടിച്ച് കളയാറുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഹാങ്ങിങ് ഫെൻസിംഗ് ആണെങ്കിൽ അത്തരത്തിൽ പൊട്ടിച്ച് കളയാനും ആവില്ല. അതുകൊണ്ട് തന്നെ ശക്തിയേറിയ, ഒരുപക്ഷെ ചിലവ് കൂടുതൽ വരുമെങ്കിൽ തന്നെ അത്തരത്തിലുള്ള ഫെൻസിംഗ് വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. മാത്രമല്ല അവർ പറയുന്നത് ഈ കാട്ടാന ശല്യം കഴിഞ്ഞ 6 മാസക്കാലമായാണ് ഇത്തരത്തിൽ ഏറെ രൂക്ഷമായിരിക്കുന്നത്. നമുക്കറിയാം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കൊറോണ കാലത്തിന് ശേഷമാണ് വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായത്. അതിൽ തന്നെ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായത് ഏതാണ്ട് ഒരു 1.5 വർഷത്തിനുള്ളിലാണ്. അതിലൊരു പ്രതിഫലനമാണ് ഈ വനമേഖലയിലും കാണുന്നത്. കൃഷി നശിപ്പിക്കുന്നു.
ശരി, എന്തായാലും മലയാറ്റൂരിൽ ഈ ദൗത്യം, ഈ കുട്ടിയാനെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ആ രക്ഷാ ദൗത്യം അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. വഴിയൊക്കെ വെട്ടി പൂർത്തിയായിട്ടുണ്ട്, കിണറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആന ആ വഴി കയറി വന്നാൽ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ രക്ഷാ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ വിജയകരമായ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത നമ്മൾ മലയാറ്റൂരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊരു